പ്രിയപ്പെട്ടവരെ, കൃഷിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് പണ്ട് തന്നെ. കൃഷി കേവലം ഒരു ഉപജീവന മാർഗം മാത്രമല്ല മനുഷ്യന് നൽകുന്നത്. അത് പരമമായ മാനസികമായ ഉല്ലാസം കൂടിയാണ്. 40 വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ച് ഒടുവിൽ നാട്ടിൽ തിരിച്ചെത്തി പലവിധ കൃഷികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷകനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ കർഷക ദിനത്തിൽ നിരവധി സംഘടനകളും അതുപോലെ തന്നെ ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തും കൂടി ആദരിച്ച KC അഹമ്മദ് ഹാജിയുടെ കൃഷി രീതികളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. KC 40 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. ഇടയ്ക്കെല്ലാം നാട്ടിൽ വരും. നമ്മളെ പ്രവാസികളും അങ്ങനെ തന്നെയാണ്. ഇപ്പം പണ്ടൊക്കെ 5-6 വർഷം കൂടുമ്പോൾ എല്ലാം വരുന്നത്. ഇപ്പം ഒരു വർഷം കൂടുമ്പോൾ വരുന്നുണ്ട്. ഈ 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4 മാസം എല്ലാം അവധിക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. അവരെല്ലാം മറ്റ് പല തിരക്കുകളിലും പെട്ടിട്ട് ആ 4 മാസം കഴിഞ്ഞു പോകും. അതേ സമയത്ത് നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കൃഷികൾ ഗ്രോ ബാഗിലായാലും മറ്റുള്ള കൃഷി രീതികളിലേക്ക് ഇറങ്ങണം എന്ന ഒരു അഭിപ്രായത്തോട് എങ്ങനെ കാണുന്നു അഭിപ്രായത്തെ? അവിടുന്ന് ഇപ്പം സ്വപ്നം കാണൽ ഈ കൃഷിയെ പറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പച്ചപ്പും ഗൾഫിൽ പിന്നെ അതില്ലാലും പച്ചപ്പ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ചില ആൾക്കാരെല്ലാം ഗൾഫിൽ പോയിട്ട് അവിടെയും കൃഷി ചെയ്യുന്ന ചില ആൾക്കാർ യൂട്യൂബിലും മറ്റുമെല്ലാം കാണുന്നുണ്ട്. അവർ പിന്നെ ആ കൃഷിയോടുള്ള ഇതുകൊണ്ട് കാരണം അധിക വിത്തുകൾ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടും നാട്ടിൽ നിന്ന് പിന്നെ അതിൻ്റെ തൈകളും മറ്റുമെല്ലാം കൊണ്ടുപോയിട്ടും വളരെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല ഇത് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷിയോടുള്ള താല്പര്യം മുമ്പേ ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ചു വേനൽക്കാലമാണെങ്കിൽ ചിലപ്പോൾ 6 മണിക്ക് തന്നെ നേരം വെളുക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ എണീച്ചിട്ട് എന്തെങ്കിലും കണ്ടത്തിൽ കയറി എന്തെങ്കിലും ഇതെല്ലാം നോക്കി കുറേ നല്ലപോലെ അധ്വാനിക്കും. പിന്നെ അതിനുശേഷം പിന്നെ ചായ ഒരു 8 മണിക്ക് ആകുമ്പോഴേക്ക് ചായക്ക് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള എല്ലാം കേൾക്കില്ല. ഇവളിങ്ങനെ ചീത്ത പറയുകയാണ്, ചായ വിളിച്ചാൽ നിങ്ങളെ വിളിച്ചാൽ കേൾക്കില്ല എന്നുള്ള ഇതെല്ലാം ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് ചായയും കുടിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെയും പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കി പിന്നെയും പിന്നെയും പോകും. രാവിലെ തന്നെ ചായ കുടിച്ച് കൊടുത്ത് അതിനുശേഷം പിന്നെയും അണ്ടത്തെല്ലാം പോയി പിന്നെയും പിന്നെ ചിലപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകും ജോലിക്ക്. മിക്ക ഞാൻ തന്നെ ഉണ്ടെങ്കിലും വേറെ ആളുണ്ടെങ്കിൽ അവനിക്കും കൊടുക്കും ഞാനൊരു ചായ രാവിലെ എത്തും. അതിനുശേഷം ഞാൻ 2 ആളും കൂടി എടുത്ത് പിന്നെ ഒരു 10-10:30 ആകുമ്പോഴേക്ക് ചായ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന് കൂടെയുള്ള ആൾ ചിലപ്പം ഒരു 12-12:30 അവൻ കയറിപ്പോയാലും ഞാൻ പിന്നെയും എടുക്കും കൂടെയല്ലോ. പിന്നെ ഉച്ചേൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ 2 മണി അങ്ങനെ ആകുമ്പോൾ പിന്നെ ളുഹർ നിസ്കാരം അധികവും പിന്നെ ഇവിടുന്ന് തന്നെയാണ് ഉണ്ടായാലും. മറ്റുള്ള അധികവും മിക്കവാറും ഞാൻ ഉണ്ടെങ്കിൽ എല്ലാം പള്ളിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ളുഹർ നിസ്കാരം ഇവിടുന്ന് കഴിഞ്ഞ് ഭക്ഷണം ഉച്ചക്ക് കുളിക്കുകയെല്ലാം ചെയ്ത് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ചില സമയത്തൊരു ഒന്ന് മയങ്ങും. ചിലപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൂടി വന്നാൽ 1/2 മണിക്കൂർ എപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ സമയമൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അതും കഴിഞ്ഞ് പിന്നെ അസറിൻ്റെ സമയമായി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്ന് പിന്നെ അങ്ങനെ എടുക്കില്ല. പിന്നെ നനക്കലും മറ്റുമെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു സംഗതിയാണ് ഈ കൃഷി. അതുണ്ടായി കാണുന്നതും അത് വിൽപ്പനയുടേതല്ല, അതുണ്ടായി കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മളെ ഉണ്ടാക്കിയ സാധനം നമ്മൾ തന്നെ ഭക്ഷിക്കുന്നതാകുമ്പോൾ അതിനൊരു പ്രത്യേക ഗുണമുണ്ട്. ഈ ഒരു സന്തോഷം വേറെ ഒന്നിനും കിട്ടില്ല.